ഗാസയും ഇപ്പോൾ അതേ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസിൽ 10 തവണയാണ് വ്യോമാക്രമണം ഉണ്ടായത്. ഈ സാഹചര്യം സൂക്ഷ്മമായി തന്നെ അമേരിക്കയും ഖത്തറുമൊക്കെ നിരീക്ഷിക്കുന്നുമുണ്ട്. അഭിലാഷ് തന്നെ തുടരുന്നുണ്ട്. അഭിലാഷ്, അവിടെയും സമാധാനം അകലെയോ എന്ന ചോദ്യം അവശേഷിക്കുകയാണല്ലോ. അഭിലാഷ്, ഗാസയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ കഷ്ടമാണ്. അവിടെ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയായിട്ട് വെടിനിർത്തൽ ഉണ്ടാകുന്നു, വളരെ സമാധാനമായിട്ട് പോകുന്നൊരു സാഹചര്യം വരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് ഇസ്രായേലിൻ്റെ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം തുടങ്ങി വെച്ചത്. അതിന് അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം ആ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 ദിവസമായി കനത്ത ആക്രമണമാണ് ഗാസയിൽ നടക്കുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഖാൻ യൂനിസിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നത്. ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിലെ ഒക്കുപ്പൈഡ് വെസ്റ്റ് ബാങ്കിലെ നാബ്ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലിന്റെ സ്നൈപ്പറുകൾ കയറി പലയിടത്തും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവർക്ക് സംശയം തോന്നുന്ന എല്ലാവരെയും ഓരോരുത്തരായി വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ UN-ന്റെ അവിടത്തേക്ക് ഗാസയിലേക്ക് എത്തിക്കുന്ന സഹായങ്ങളുടെ ട്രക്കുകളുണ്ട്. അതിൽ 6000 ട്രക്കുകളെയാണ് ഇസ്രായേൽ ഗാസയുടെ അതിർത്തിയിൽ പിടിച്ചിട്ടിരിക്കുന്നത്. ഈ 6000 ട്രക്കുകളിലുള്ളിലും ഇവിടെ സഹായം ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് വേണ്ട അവശ്യ സാധനങ്ങളാണ്. പക്ഷെ അതൊന്നും കയറ്റിവിടാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. എന്നാൽ സമാധാന കരാറിൽ ഒപ്പിട്ടിരിക്കുന്നതനുസരിച്ച് ഏതൊരു ട്രക്കുകളെയും തടയില്ല. എല്ലാ ട്രക്കുകളെയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന്, ആഹാരം തുടങ്ങിയിട്ടുള്ള എല്ലാ തുണികൾ ഇതെല്ലാം എത്തിക്കുന്ന ട്രക്കുകളെയൊന്നും തടയില്ല എന്നായിരുന്നു സമാധാന കരാറിൽ ഒപ്പുവച്ചിരുന്നത്. എന്നല്ല ആ കരാറിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതേ സമയം തന്നെ ഹമാസ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതലായിട്ടുള്ള ആക്രമണങ്ങളൊന്നും ഈ ചെറുത്തുനിൽപ്പായി ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇന്ന് ഇസ്രായേലിലെ 2 ബന്ധുക്കളുടെ മൃതശരീരം കൂടി ഹമാസ് കൈമാറിയിരിക്കുന്നു. അതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് 30ഓളം മൃതദേഹങ്ങളാണ്, പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഗാസയിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത്. ഒരു സമയം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഗാസയിൽ നടക്കുമ്പോഴും സമാധാന കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഹമാസിന്റെ ഭാഗത്തു നിന്ന് ലംഘിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷെ അത് എത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ എത്ര മണിക്കൂറത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അഭിലാഷ്, റൈറ്റ്, ഇതാണ് പ്രധാനപ്പെട്ട 2 അന്താരാഷ്ട്ര വാർത്തകളായി നമുക്ക് പങ്കുവെക്കേണ്ടത്. ഇനി കായിക മേഖലയിലേക്ക് വരുമ്പോൾ കൊച്ചിയിലേക്ക് മെസ്സി എത്തിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ സ്റ്റേഡിയത്തിൽ കളിച്ചത് മന്ത്രിയാണോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം. കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ന്യൂസ് 18 ലഭിച്ചത്. സ്പോൺസർക്ക് SKF കരാർ ഇല്ലാതെ സ്റ്റേഡിയം വിട്ടു നൽകിയെന്ന രേഖകളിൽ വ്യക്തമാണ്. കായിക വകുപ്പിന്റെ നിർദ്ദേശങ്ങളുള്ള കത്തിന്റെ പകർപ്പാണ് ന്യൂസ് 18 ലഭിച്ചത്. കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുത്തത് ആരുടെ അനുമതിയോടു കൂടിയാണ്, ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരു കൃത്യത വരികയാണ്. അത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് GCDA കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തത് എന്നുള്ള ഒരു വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട രേഖ പുറത്തു വരികയാണ്. കായിക മന്ത്രി ഇത്തരത്തിൽ നിർദ്ദേശിച്ചിരുന്നു. അതായത് സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കുക, സ്റ്റേഡിയവുമായി ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളും അറ്റകുറ്റപ്പണികൾക്കായി വിട്ടു നൽകാൻ കായിക മന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള ഒരു ത്രികക്ഷി കരാർ വേണമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നുള്ള യോഗത്തിൽ തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിന് ശേഷം കരാറിനുള്ള ആപ്ലിക്കേഷൻ നൽകിയതല്ലാതെ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കരാറുണ്ടോ, കരാറിൻ്റെ മറ്റ് ഇടപാടുകൾ എന്തൊക്കെയാണ്, അതിലെ മറ്റ് നിബന്ധനകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളോ ഒരു വ്യക്തതയില്ലാതെ ഇപ്പോഴും തുടർന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റേഡിയം വിട്ടുകൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് GCDA സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി സ്പോൺസർക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് എന്നുള്ള രേഖകളാണ് പുറത്തു വരുന്നത്. ഇത് മാത്രമല്ല, 70 കോടിയുടെ കരാർ എന്ന് പറയുമ്പോൾ 70 കോടിയുടെ അറ്റകുറ്റപ്പണികളുടെ ഈ 70 കോടി മുന്നോട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ബ്രേക്കപ്പ് എന്തൊക്കെയാണ്, അതിൻ്റെ അതായത് അതിൻ്റെ ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ
ഫീച്ചർ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അത് മാത്രമല്ല ഈ എസ്റ്റിമേറ്റിൻ്റെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് 125 കോടി രൂപ മുടക്കുമുതലിൽ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം, അതായത് ഉയർന്ന നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള പണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 125 കോടിയാണ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ 70 കോടി രൂപയുടെ ആവശ്യകത എന്താണ്, അത് ഏതൊക്കെ തരത്തിലാണ് ചെലവഴിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സ്പോൺസർ ഇനിയും വ്യക്തത നൽകാറുണ്ട്. എന്നിരുന്നാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കരാറുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ GCDAക്ക് കായിക മന്ത്രാലയം നൽകിയിരിക്കുന്ന, കായിക മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി നൽകണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൊച്ചിയിൽ മന്ത്രി കളിച്ചുവെങ്കിൽ ഓസീസിനോട് ഇന്ത്യൻ താരങ്ങൾ കളി മറന്നുപോയി. രണ്ടാം 2020 മത്സരത്തിലാണ് കങ്കാരുപ്പടയ്ക്ക് മികച്ച വിജയം നേടാൻ സാധിച്ചത്. അഭിലാഷ് തന്നെ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നത്. അഭിലാഷ്, ഒരു ഭാഗത്ത് നമ്മുടെ വനിതാ താരങ്ങളൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുരുഷ താരങ്ങൾ നാണം കെട്ടുപോകുന്നു. എന്തുകൊണ്ട്? അഭിലാഷ്, ഇന്നത്തെ മത്സരത്തിൽ അഭിലാഷ് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ ബാറ്റർമാർ കളി മറന്നിരിക്കുന്നു എന്നുള്ളതാണ്. അഭിഷേക് സിംഗും അതുപോലെ ഹർഷിത് റാണയും അടക്കമുള്ള ഒഴികെയുള്ള ബാക്കി ഇന്ത്യൻ താരങ്ങളൊന്നും, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നമ്മുടെ സഞ്ജു സാംസൺ അടക്കം എല്ലാവരും ഒറ്റ അക്കത്തിൽ പുറത്തായി എന്നുള്ളതാണ് ഇന്നത്തെ കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തോൽവിയുടെ കാരണമെന്ന് പറയുന്നത്. അങ്ങനെ രണ്ടാം ഇന്നിങ്സിൽ, അതായത് രണ്ടാമതിറങ്ങിയ ഓസ്ട്രേലിയ അനായാസമല്ലെങ്കിൽ പോലും 4 വിക്കറ്റും 40 പന്തും ബാക്കി നിൽക്കെ കളി ജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 5 മത്സരങ്ങളുള്ള T20 സീരീസിൽ ഇപ്പോൾ ഒരു 1-0 ഓസ്ട്രേലിയ മുന്നിലാണ്. ആദ്യത്തെ കളി മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. അന്ന് ഇന്ത്യ ഒരു പൊതുവെ ഭേദപ്പെട്ട നിലയിലായിരുന്നു കളി നടന്നതെങ്കിലും പിന്നെ മഴ തടസ്സപ്പെടുകയായിരുന്നു. അങ്ങനെ 1-0 2 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഓസ്ട്രേലിയ മുന്നിലാണ്. നേരത്തെ ODI സീരീസിലും ഏകദിന സീരീസിലും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. കാരണം 3 മത്സരങ്ങളിൽ 2 തോറ്റ് 1 ജയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയയിൽ കളിക്കുന്ന ഓസ്ട്രേലിയയിൽ പോയി ഈ സീരീസ്, ഏകദിന സീരീസ് കൈവിട്ടു. ഇനിയിപ്പോൾ അടുത്ത 3 മത്സരങ്ങളും ഇന്ത്യക്ക് ജയിച്ചാൽ മാത്രമേ ഈ പരമ്പര സ്വന്തമാക്കാൻ കഴിയുള്ളൂ.